ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ ഹാഫ് ഇയർലി മോഡൽ എക്സാം ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. മോഡൽ എക്സാം ആണിത്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ചോദ്യങ്ങളും അതിനുശേഷം ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക, ആൻസേഴ്സ് എഴുതുക, അതിനുശേഷം ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ശരിയായിട്ടുണ്ട്, പഠിക്കാത്തത് ഏതാണ്, അത് വീണ്ടും പഠിക്കുക, അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യ ചോദ്യം മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കാം. ഇൻവെൻറ്റർ ഓഫ് ഓട്ടംതുള്ളൽ, എക്സ്പോണന്റ് ഓഫ് മാപ്പിളപ്പാട്ടു, വേൾഡ് റിനൗണ്ട് പെയിന്റർ, മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പുറത്തെ ബോക്സിൽ രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, മോയിൻകുട്ടി വൈദ്യർ, കുഞ്ചൻ നമ്പ്യാർ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ വെൻ ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ്? നാഷണൽ ബേർഡ് വാച്ചിങ് ഡേയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്നാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി മേക്ക് യൂസ് ഓഫ് എയർ? നമ്മൾ എയർ എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു, എയറിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് ആണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദിയർ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് ഇത് ഫില്ല് ചെയ്യുക. ഷേപ്പും വെയിറ്റും സ്പേസ് ടു ഒക്യുപ്പൈയും ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് സോളിഡിൻ്റെ ഷേപ്പ് എന്താ, ലിക്വിഡിൻ്റെ ഷേപ്പ് എന്താ, ഗ്യാസിൻ്റെ ഷേപ്പ് എന്താണ്, അതുപോലെ ഇവരുടെ വെയിറ്റ്, സോളിഡിന് വെയിറ്റ് ഉണ്ടോ, ലിക്വിഡിന് വെയിറ്റ് ഉണ്ടോ, ഗ്യാസിന് വെയിറ്റ് ഉണ്ടോ. സ്പേസ് ടു ഒക്യുപ്പൈ ആണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് ആണ്. ഐസ് ഹീറ്റിംഗ് ആണ്, ഹീറ്റ് ആകുമ്പോൾ വാട്ടർ ആവും. വാട്ടറിനെ പിന്നെ എന്ത് ചെയ്താലാണ് അത് വാട്ടർ വേപ്പർ ആകുക എന്ന് ഈ ഡാഷ് നിങ്ങൾ ഫില്ല് ചെയ്യുക. വാട്ടർ വേപ്പറിനെ കൂളാക്കി കഴിഞ്ഞാൽ വാട്ടർ ആവും. വാട്ടറിനെ പിന്നെ എന്ത് ചെയ്താലാണ് അത് ഐസ് ആകുക എന്നുള്ളത് എഴുതുക കേട്ടോ. 2 ഡാഷാണ് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ? അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ റവല്യൂഷൻ അത് ആൻസർ ഞാൻ കൊടുത്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, റൊട്ടേഷൻ റവല്യൂഷൻ്റെ ഭാഗം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻസർ ഞാൻ അറിയാതെ അതിൽ കൊടുത്തു പോയതാണ്. അപ്പോൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ ആ റൊട്ടേഷൻ റവല്യൂഷൻ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഏഴാമത്തെ, ഹൗ മെനി പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് അറൌണ്ട് ദി സൺ? വിച്ച് പ്ലാനറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ടു ദി സൺ? വിച്ച് പ്ലാനറ്റ് ഈസ് ദ ഫാർദസ്റ്റ് ഫ്രം ദി സൺ? ഓക്കെ, അപ്പോൾ നമ്മുടെ സണ്ണിനും ചുറ്റും എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, സണ്ണിനോട് ഏറ്റവും അടുത്ത പ്ലാനറ്റ് ഏതാണ്, സണ്ണിൽ നിന്ന് ഏറ്റവും അകലത്തിലുള്ള പ്ലാനറ്റ് ഏതാണ്, ഇത്രയും ഫില്ല് ചെയ്യുക. നെക്സ്റ്റ്, ലോജിക്കലി കണക്ട് ദ ടേംസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഇത് വായിക്കാം. മാച്ച് ദി ഫോളോയിങ് തന്നെയാണ്. സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്, നവംബർ, പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം, റൊട്ടേഷൻ ഓഫ് ദി എർത്ത് 1 ഇയർ, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഇപ്പുറത്തെ ബോക്സിൽ 24 hours, 365 1/4 days, ജൂപ്പിറ്റർ, 30 days, മൂൺ 8. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മാച്ച് ആയതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റിലെ 3rd ചാപ്റ്റർ ഉണ്ടല്ലോ, വിങ്ഡ് ബഡ്ഡീസ്. അപ്പോൾ അതിൽ ആ ചാപ്റ്റർ നമുക്ക് ഓണം എക്സാമിന് കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ചാപ്റ്റർ മുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്ററും ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. നോക്കാം. മാച്ച് ദി ഫോളോയിങ് ബൈ ഡ്രോയിങ് ലൈൻസ്. ഇൻവെൻറ്റർ ഓഫ് ഓട്ടംതുള്ളൽ, കുഞ്ചൻ നമ്പ്യാർ. എക്സ്പോണന്റ് ഓഫ് മാപ്പിളപ്പാട്ടു, മോയിൻകുട്ടി വൈദ്യർ. വേൾഡ് റിനൗണ്ട് പെയിന്റർ, രാജാ രവിവർമ്മ. മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, സ്വാതി തിരുനാൾ. ഇനി, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ വെൻ ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ്? അപ്പോൾ നാഷണൽ ബേർഡ് വാച്ചിങ് ഡേയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വേണ്ട. ഡോക്ടർ സലീം അലി, ദ ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചർ, അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഹാസ് എവർ സീൻ. വി സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ November 12 ആസ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. അപ്പോൾ സലീം അലീൻ്റെ ജന്മദിനമാണ് November 12. അന്നാണ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി മേക്ക് യൂസ് ഓഫ് എയർ. ടു ബ്രീത്ത്, ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. 4, ഷേപ്പ്, സോളിഡിന് ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, ലിക്വിഡിന് ടേക്ക് ദി ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. എന്തിൽ നിറച്ച് വെക്കുന്നോ വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് അതിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഗ്യാസും അതുപോലെ തന്നെയാണ് കേട്ടോ, ടേക്ക് ദി ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ തന്നെയാണ്. വെയിറ്റ് എന്താ, ഫിക്സഡ് വെയിറ്റ് ഉണ്ട് സോളിഡിന്, ലിക്വിഡിനും അതുപോലെ തന്നെയാണ്, ഗ്യാസിനും വെയിറ്റ് ഉണ്ട് കേട്ടോ.
അത് നമുക്ക് ഈ ബലൂണിലൊക്കെ നിറയ്ക്കുന്ന സമയത്ത് അതിനൊരു ഇതിൻ്റെ അത്ര ഇല്ലെങ്കിലും അതിനെല്ലാം വെയിറ്റ് ഉണ്ടായിരിക്കും. സ്പേസ് ടു ഓക്യുപ്പൈ ആണ്. ഓക്യുപ്പൈസ് എ ഫിക്സഡ് സ്പേസ്, വോള്യൂം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വോള്യൂം ഉണ്ട് ലിക്വിഡിനും. ഓക്യുപ്പൈസ് എ ഫിക്സഡ് സ്പേസ് ആണ്. പക്ഷെ ഗ്യാസ് അങ്ങനെയല്ല, ഓക്യുപ്പൈസ് ഓൾ അവൈലബിൾ സ്പേസ് ആണ്. അതായത് എത്ര അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും എയർ ഉണ്ട് അല്ലേ, ആ എയറൊക്കെ നമ്മുടെ ചുറ്റും എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുകയാണ്. അതാണ് ഗ്യാസിൻ്റെ പ്രത്യേകത. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ടാണ്. ഐസ് ഹീറ്റ് ചെയ്യണു, വാട്ടർ ആവണു, വാട്ടർ എഗൈൻ ഹീറ്റ് ചെയ്യണു, വാട്ടർ വേപ്പർ ആവണു. വാട്ടർ വേപ്പർ കൂൾ ചെയ്യണു, വാട്ടറായി മാറണു. എഗൈൻ കൂളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഐസായിട്ട് മാറും. തണുപ്പിക്കും തോറും ഐസായിട്ട് മാറണു അല്ലേ. ഇനി ആറാമത്തെ ഞാൻ വായിച്ചിരുന്നു, വാട്ട് ഇസ് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ. ഇതിൻ്റെ ആൻസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഈ റൊട്ടേഷൻ എടുക്കുന്ന സമയം, റവല്യൂഷൻ എടുക്കുന്ന സമയം വേണം കേട്ടോ. റൊട്ടേഷൻ 24 മണിക്കൂറാണ്. പക്ഷേ ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദി സൺ ഉണ്ട്. സണ്ണിനെ ചുറ്റി ഭൂമി വരാൻ എടുക്കുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്. അതിനെ റവല്യൂഷൻ എന്ന് പറയും. അതിനാണ് ഈ 365 1/4 വരിക കേട്ടോ ഡേയ്സ്. നെക്സ്റ്റ് വരുന്നത് ഹൗ മെനി പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് അറൗണ്ട് ദ സൺ ചോദിച്ചാൽ 8 പ്ലാനറ്റ് ആണ് ചുറ്റും കറങ്ങുന്നത്. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ സൺ? ഇതാ വേണ്ട. ക്ലോസസ്റ്റ് ടു ദി സൺ മെർക്കുറി ആണ്. വിച്ച് പ്ലാനറ്റ് ഈസ് ഫാർദസ്റ്റ് ഫ്രം ദി സൺ ചോദിച്ചാൽ നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ ഈ ഭാഗം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ. അത് 8 പേര് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ് അല്ലേ, മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, എർത്ത് ഉണ്ട്. പിന്നെ ഏതൊക്കെയാ? എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ 8 പേര് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. സണ്ണിൽ നിന്നുള്ള ഇതിൻ്റെ അകലത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചിലപ്പോൾ ചോദിക്കും. മെയിനായിട്ട് 8 പ്ലാനറ്റ്സിൻ്റെ നെയിം അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ റൊട്ടേഷൻ എടുക്കുന്ന സമയം, റവല്യൂഷൻ എടുക്കുന്ന സമയം, ന്യൂ മൂണ്, ഫുൾ മൂണ്, അതെല്ലാം പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മുടെ ഭൂമിയുടെ സാറ്റലൈറ്റ്, എർത്തിൻ്റെ സാറ്റലൈറ്റ്, മൂണ്, ഇതെല്ലാം ആവശ്യമുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് മാച്ച് ദി ഫോളോയിങ് നോക്കാം. 8ാമത്തെ സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത് എന്താ? മൂണാണ് കേട്ടോ. അത് ഇങ്ങോട്ട് ഇതാക്കുക. നവംബറിൽ എത്ര ദിവസമാണ്? ഇതാ ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, 30 days. പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം 8 ആണ്. റൊട്ടേഷൻ ഓഫ് ദ എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്നത് 24 മണിക്കൂറാണ്. 1 year എന്ന് പറയുമ്പോൾ 365 1/4 days ആണ്. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ഗ്രഹം പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്റർ ആണ്. മാച്ച് ചെയ്തെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 8 ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.